ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഉണ്ടായ ബജറംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ ഇതുവരെയും ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല എന്നും കൂടി നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു. ഗ്രാമവാസികളുടെ ആണ്ട് കുർബാനയ്ക്ക് എത്തിയപ്പോഴാണ് വൈദികരും സംഘവും ആക്രമിക്കപ്പെട്ടത്. ഒഡീഷയിലെ ബാലസോറിൽ നമ്മുടെ വാർത്താ സംഘമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ബാലസോറിലെ ജീവിത സാഹചര്യമൊക്കെ എങ്ങനെയുണ്ട്? അതിനുശേഷം ഈ ആക്രമണത്തെക്കുറിച്ച്. തീർച്ചയായും എസ് കെ എൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഛത്തീസ്ഗഡിൽ സമാനമായ ഒരു സാഹചര്യത്തിൽ വാർത്താ റിപ്പോർട്ടിങ്ങിനായി പോയത്. അത് കഴിഞ്ഞ് മടങ്ങി മുംബൈയിലേക്ക് എത്തി ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഒഡീഷയിൽ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബാലസോറിലെ ജാലേശ്വറിലാണ്. ഇവിടെയുള്ള വൈദികർക്കും കന്യാസ്ത്രീമാർക്കുമാണ് ഈ തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വന്നത്. അവർ നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ ലിജോ നിരപ്പേലും ഒപ്പം കന്യാസ്ത്രീമാരും അവരോടൊപ്പം വന്ന് ഉണ്ടായിരുന്ന കപ്പ്യാരും നമ്മോടൊപ്പം ഈ സമയം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനൊക്കെ കാര്യമായ മർദ്ദനം ആ സമയത്ത് ഏറ്റതാണ്. ആദ്യം ഫാദർ ലിജോയിലേക്ക് നമുക്ക് പോകാം. ഫാദർ, അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അന്ന് സാധാരണ ഞങ്ങളുടെ ജാലേശ്വർ പാരീഷിൻ്റെ കീഴിലുള്ള ഒരു വില്ലേജാണ് ഗംഗാധർപൂർ എന്ന് പറയുന്നത്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾക്കൊരു 9 ഫാമിലീസ് ഉണ്ട്. അവിടെ പോയി പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കും. ഇത് ഒരു ഫാമിലിയിലെ 2 ബ്രദേഴ്സിൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു. അപ്പോൾ കുർബാന അർപ്പിക്കാൻ വേണ്ടി അവർ ഞങ്ങളെ ക്ഷണിച്ചു. 5 മണിക്കായിരുന്നു കുർബാന വെച്ചിരുന്നത്, 5:30. പക്ഷേ അന്ന് നല്ല മഴയായിരുന്നു. 4 മണിക്ക് 4:30 ഒന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര മഴയാണ്. ഇവരൊക്കെ പാടത്ത് ഈ ഞാറ് നടുന്ന ആ സമയമായിരുന്നു. അപ്പം ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. അവർ കുറച്ച് താമസിച്ച് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 5 മണിക്ക് ഇറങ്ങി. 6 മണിയായപ്പോൾ അവിടെ എത്തിയപ്പോഴും ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് 7 മണിയായപ്പം ഞങ്ങൾ കുർബാന അർപ്പിച്ചു. അവരുടെ ഈ സമാധി അവരെ അടക്കിയിരിക്കും തൊട്ട് പറമ്പത്തിന് അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്കും പിന്നെ അവിടുത്തെ ആൾക്കാർക്കും വേണ്ടി അവർ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ജൂബിലിയാണ് ഈ വർഷം, ഗോൾഡൻ ജൂബിലി 50 years. അപ്പോൾ അതെങ്ങനെയാണ് നടത്തേണ്ട കാര്യമൊക്കെ ഞങ്ങൾ എല്ലാ വില്ലേജിൽ കൂടെ ഞങ്ങളിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം അവരുമായിട്ട് ഇരുന്ന് ജൂബിലി ആഘോഷത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചു. അങ്ങനെ 9 മണിയായി ഞങ്ങൾ വില്ലേജിൽ നിന്ന് മടങ്ങി വന്ന് ഞങ്ങളുടെ വണ്ടി ഒരു അല്പം ദൂരെയാണ്, ഒരു 200 മീറ്റർ അകലെയായിരുന്നു ഇട്ടിരുന്നത്. അവിടം വരെ വന്നപ്പം ഞങ്ങൾ കണ്ടു കുറച്ച് ബൈക്കൊക്കെ ഞങ്ങളുടെ വണ്ടിയൊക്കെ കയറുന്നതനുസരിച്ച് അവർ ബൈക്ക് കൊടുത്തുകൊണ്ട് പുറത്തു പോകണം. കാരണം ആ സൈഡിൽ വീടുകളൊന്നുമില്ല, കംപ്ലീറ്റ് ഒരു നാരോ റോഡ്, ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ ബൈക്ക് വന്ന് നിൽക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി. ഇപ്പം ഞങ്ങളെ വണ്ടി വരെ ആക്കാമെന്ന് ഒരു 2-3 ലേഡീസും ഇതും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു കുറച്ച് നമ്മുടെ ആൾക്കാരൊന്ന് വിളിക്കുക, കാരണം എന്തോ ഒരു പ്രശ്നം മുമ്പിലുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വന്നു. അവർ വണ്ടിയുടെ മുമ്പിലായിട്ട് അവർ അവിടെ മുമ്പോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ ക്രോസ് ചെയ്ത് ഇച്ചിരി മുമ്പോട്ട് അങ്ങ് പോയി. കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഉടനെ ഒരു വലിയൊരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഇവർ ഒരു 80-100 പേര് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർ ആദ്യം ഞങ്ങളുടെ ഭായിയാണ്, ദുർജോഭായി ആയിരുന്നു. ആൾ ബൈക്കിലായിരുന്നു പോയിരുന്നത്. കാരണം ആളായിരുന്നു ഞങ്ങൾക്ക് ഈ രാത്രിയാകുമ്പോൾ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ ആൾ ബൈക്ക്. പിന്നെ അന്നത്തെ ആളുടെ ഹൗസ് ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ ആൾ മുമ്പിൽ ബൈക്കിൽ പോയി, ഞങ്ങൾ പുറകെ വണ്ടിയിൽ പോയിരുന്നു. അപ്പോൾ ആളെ അവർ ആദ്യം ബ്ലോക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ വില്ലേജ് വന്നത്, ഈ രാത്രിക്ക് നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് പറയുന്നൊന്നും കേൾക്കാതെ അവർ അടിക്കാൻ തുടങ്ങി. മർദ്ദിച്ചു, ശരിക്കും അടിച്ചു കഴിഞ്ഞിട്ട് ആളുടെ ഒഡീഷക്കാരനാണ് അല്ലേ? ഇവിടെ ഉള്ള മലയാളം അറിയില്ലല്ലോ? മലയാളം അറിയത്തില്ല. അപ്പോൾ ബൈക്കൊക്കെ തട്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ആളെ ഉന്തിയിട്ട് ശരിക്കും അടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞത് ആ വണ്ടിയിലുള്ള എല്ലാവരുടെയും മൊബൈൽ ആദ്യം എടുക്കാൻ പറഞ്ഞു, തട്ടിപ്പറിച്ച് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങോട്ട് ഓടി വന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ മൊബൈൽ മാറ്റാൻ പറ്റിയില്ല. അന്നേരം അത് എടുത്തു, എൻ്റെ ഡ്രൈവറിൻ്റെ എടുത്തു. അപ്പം അവർ കൊണ്ടുപോയി. മൊബൈൽ ഇതുവരെ കിട്ടിയിട്ടുമില്ല. പിന്നെ ഇവരുടെയൊക്കെ മൊബൈൽ അവർ പെട്ടെന്ന് തന്നെ ഈ സീറ്റിൻ്റെ അടിയിൽ വെക്കാനും പിന്നെ ഒക്കെ അങ്ങനെ ഒളിച്ചു വെച്ചു. അങ്ങനെ അവരുടെ കുഴപ്പം വന്നില്ല. പിന്നെ ഞങ്ങളും കൂടെ ഇറങ്ങി. അവർ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി, ചില്ലിനോട്ടൊക്കെ അടിച്ചു, ഞങ്ങളെയും അടിക്കാൻ തുടങ്ങി.
ഞാൻ എൻ്റെ കൂടെ ഫാദർ ജോജോ സീനിയർ എന്നെ ജസ്റ്റ് ഒന്ന് അന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ആളാണ്. അപ്പം ഞാൻ ഈവനിങ് പറഞ്ഞു ഇങ്ങനെ ഒരു വില്ലേജിലേക്ക് വരുന്നുണ്ടോ, ബാ എൻ്റെ വില്ലേജൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ടുപോയതാണ് ആക്ച്വലി. അപ്പം പുറത്തിനോട്ടും കൈക്കോട്ടൊക്കെ ജസ്റ്റ് അടി കിട്ടി, എനിക്കോട്ടും പുറത്തിനോട്ടും ഒരു അടി അങ്ങനെ ചെയ്തു. അപ്പം സിസ്റ്റേഴ്സിനെ പെട്ടെന്ന് തന്നെ, കാരണം അവിടെ ഇരുട്ടാണ്, അവരുടെ കൂടെ ലേഡീസ് ഒന്നും ഇല്ലതാനും. അപ്പം ഒരു അടുത്ത് നിന്ന് ഒരു ഞങ്ങളുടെ തന്നെ ഒരു വിശ്വാസി പുള്ളിക്കാരത്തോട് പറഞ്ഞു സിസ്റ്റേഴ്സിനെ കൊണ്ട് പെട്ടെന്ന് വില്ലേജിലേക്ക് പോകുന്നു, കാരണം ഇരുട്ടായിരുന്നു പുറത്ത്. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സ് അവരുടെ കൂടെ തിരിച്ച് വില്ലേജിലേക്ക് പോയി. പിന്നെ ഇവരിവിടെ ഓരോരുത്തരെയും പിടിച്ച് അടിക്കും. ഒത്തിരി അവിടുന്ന് രക്ഷപ്പെട്ടു പോലീസ് എത്തി. ഒരു 35 മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പം പോലീസ് വന്നപ്പം അവർ അടിച്ചുകൊണ്ടിരുന്നവരും ബഹളം വെച്ചവരും അവരൊക്കെ ഇച്ചിരി കുടിച്ചിട്ടാണ് വന്നത്, അടിക്കാൻ വേണ്ടി തന്നെയായിട്ട് വന്നവർ അവർ പെട്ടെന്നങ്ങ് പോയി പോലീസിൻ്റെ മുന്നിൽ. അപ്പം പോലീസ് വന്നപ്പോൾ ഇവർ ഈ 30-35 പേരേ ഉള്ളൂ. അവർ പിന്നെ പോലീസിനോട് കാര്യം പറഞ്ഞ് ഇവരിങ്ങനെ എല്ലാ ദിവസവും രാത്രിക്ക് ഇങ്ങനെ നടക്കും, മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യം. ഞങ്ങളെ അറിയത്തില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരാണോ അത് തന്നെ, അവരൊക്കെ വിളിച്ചു വരുത്തിയതാരുണ്ടോ. അങ്ങനെ പോലീസ് അവരെ കേട്ടു, ഞങ്ങളെ കേട്ടു. കൃഷ്ണമാരോടുകൂടി ഒന്ന് സംസാരിക്കാം. രണ്ടുപേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. ഒരുപാട് പേടിച്ചു പോയി കാണുമല്ലോ. ശരിക്കും പേടിച്ചു. തിരിച്ച് പിന്നീട് അങ്ങോട്ടേക്ക് പോയി മടങ്ങി പോകേണ്ടി വന്നു. തിരിച്ച് വില്ലേജിലോട്ട് തിരിച്ചു പോയി ഞങ്ങൾ. എപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു? ഇങ്ങോട്ട് ഇപ്പോൾ 11:30-12 മണിയായപ്പോൾ. ആ സമയം എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാൻ ആരെങ്കിലും സംരക്ഷണത്തിൽ പോലീസ് അങ്ങനെ ഉണ്ടായിരുന്നു? പോലീസ് വണ്ടി പുറകിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടി അങ്ങനെയാണ് നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നത്? ഗംഗാധർ ഗ്രാമം. ആ ശരി, അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇവരാരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചോ? ഇല്ല, ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. പുള്ളി ശരിക്കും അടിച്ചു. പുള്ളിയുടെ ഇട്ടിരുന്ന ഷർട്ടെല്ലാം വലിച്ചു കീറി, പിന്നെ വണ്ടിയുടെ ചാവി എടുത്തോണ്ട് പോയി. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സമീപകാലത്ത് ഇവിടെ ഇല്ല ഇല്ല. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ അടുത്തൊരു സ്റ്റേജ്? നമ്മൾ ഈ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? നിയമ നടപടിക്കൊക്കെ ഡിസിഷൻ പറഞ്ഞത് രൂപതാതലത്തിൽ നിന്നാണ്. അപ്പം പിതാവ് വന്നിട്ടുണ്ടായിരുന്നു. പിതാവ് കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ വിജിയും വികാർ ജനറലൊക്കെ വന്നു, അച്ഛന്മാരൊക്കെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇപ്പം അവർ നമ്മുടെ ലോയേഴ്സൊക്കെ ആയിട്ടൊന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും. വന്നോ, നിങ്ങളോട് മൊഴിയെടുത്തോ, എന്തെങ്കിലും ചെയ്തോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടായോ? കാരണം ഒരു ക്രിമിനൽ കേസാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരം ഒരു രാത്രി 9:30 ആയപ്പോൾ അവിടുന്ന് പോലീസ് വിളിച്ചു, സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അച്ഛൻ അവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, ഞങ്ങൾ ഇതിലെ പെട്രോളിംഗ് നടത്താൻ വേണ്ടി ഇവിടെ രാജ്കോട്ടിലുണ്ട്, ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ. അന്ന് SI ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആയപ്പോൾ 9-10 ആയപ്പം അവർ 3 പോലീസുകാർ ഇവിടെ വന്ന് വളരെ സ്നേഹത്തോടെ ഇത് പറഞ്ഞു. അപ്പം SI പറഞ്ഞു, ഞാൻ ഒത്തിരി വർഷം മുമ്പ് ജാലേശ്വരത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഒത്തിരി ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരണത്, ഞാൻ അന്ന് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അവർ വേറെ ഒന്നും ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേന്നും ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കാരണം ഇവരുടെ ഒരു മൊഴി മാത്രമാണ് മറ്റുള്ള ബജ്റംഗ് ദൾ ഗ്രൂപ്പിൻ്റെ വാട്സപ്പും ഫേസ്ബുക്കും വീഡിയോ ഒക്കെയാണ് ഇവിടെ ജനങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം നമ്മുടെ എന്താ സത്യസ്ഥിതി എന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എന്താ സംഭവിച്ചതെന്ന് നാളെ എഴുതിക്കൊണ്ട് വരും നിങ്ങളുടെ അടുത്തേക്ക്, ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. പരാതിയായിട്ടെന്ന് പറഞ്ഞാൽ പരാതിയായിട്ട് എഴുതി കൊടുത്തേച്ച് ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം FIR ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ലീഗൽ പ്രോസസ്സും കോംപ്ലിക്കേഷൻസ്, പിന്നെ ഞങ്ങളൊരു മൈനോറിറ്റിയാണ് ഇവിടെ, ഫ്യൂച്ചറിൽ ഞങ്ങളുടെ സെക്യൂരിറ്റി ഒക്കെ ഞങ്ങൾക്ക് നോക്കണം. അപ്പോൾ അങ്ങനെ കേസായി കഴിഞ്ഞാൽ ഭീഷണി കൂടും. ചാൻസും ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം അത് ഡെസിഷൻ ലെവലിൽ നിന്ന് എന്താണോ അവർ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ചെയ്യും. ശരി SK, അപ്പോൾ അതാണ് അവർക്ക് മുന്നോട്ടുള്ള ജീവിതവും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ കേസും മറ്റ് കാര്യങ്ങളുമായി പോകുമ്പോൾ പിന്നീടുണ്ടാകുന്ന ഭീഷണി കൂടി അവർക്ക് മുകളിലുണ്ട് എന്നതാണ് ഫാദർ ലിജോ നിരപ്പേൽ പറയുന്നത്. SK ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.